പേര് ഡെന്നിസ് ജോൺ, ഇത് ശ്രീദേവ്, ഇത് ഗീത് ജോസ്. ഞങ്ങൾ 3 പേരും കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ സെക്കൻഡ് ഇയർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. ഞങ്ങളുടെ പ്രോജക്റ്റ് ഇതൊരു മൾട്ടിപർപ്പസ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ റോബോട്ടാണ്. ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ഇപ്പം ഒരുമാതിരി എല്ലാ ഇൻഡസ്ട്രീസിലും യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനിൽ നമ്മൾ റോബോട്ട് വെച്ചിട്ട് നമ്മൾ ടാസ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിലാണ് ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ടാസ്കിന് വേണ്ടി നമ്മൾ റോബോട്ടിനെ ഡിസൈൻ ചെയ്യും. ആ റോബോട്ടിനെ ഡിസൈൻ ചെയ്ത് ആ ഒരു പർട്ടിക്കുലർ ടാസ്കിന് വേണ്ടി നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ടാസ്ക് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ടാസ്കിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ആ പ്രോഗ്രാം ചെയ്ത ആൾ വീണ്ടും വന്നിട്ട് ആ പ്രോഗ്രാം എഡിറ്റ് ചെയ്ത് വീണ്ടും റൺ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു കമ്പ്യൂട്ടർ പ്ലാറ്റ്ഫോം, കമ്പ്യൂട്ടർ വെച്ചിട്ടുള്ള ആ ഒരു ഇൻ്റർഫേസ് ഒഴിവാക്കിക്കൊണ്ട് ഒരു റിമോട്ട് വെച്ചിട്ട് ഞങ്ങൾ ഇതിനെ ഇൻ്റർഫേസ് ചെയ്തേക്കാണ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ നോളജ് ഇല്ലാത്ത ഒരാൾക്ക് വരെ ഇതിനെ പ്രോഗ്രാം ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഒരു റിമോട്ട് യൂസ് ചെയ്തിട്ട് ഇതിലെ ഓരോ ജോയിൻറ്റ്സിനെ നമുക്ക് ആക്ച്വേറ്റ് ചെയ്യാൻ പറ്റും. ആ ആക്ച്വേറ്റ് ചെയ്തിപ്പോൾ ഒരു പ്രോസസ്സ്, ഒരു പിക്ക് ആൻഡ് പ്ലേസ് പ്രോസസ്സ് ആണെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്ത് എവിടെയാണ് തിരിച്ച് വെക്കേണ്ടത് അവിടെ കൊണ്ട് വെക്കുക. അപ്പം റിമോട്ട് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഓരോ ആമും മൂവ് ചെയ്ത് ഓരോ ജോയിൻറ്റ്സ് മൂവ് ചെയ്ത് ആ പ്രോസസ്സ് ചെയ്യുക. അത് പിന്നീട് എത്ര തവണ വേണമെങ്കിലും നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അത് സ്റ്റോപ്പ് ചെയ്യുന്നവരെ നമുക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ഒരു ടെക്നിക്കൽ നോളജ് ഇല്ലാത്ത ഒരാൾക്ക്, ഇപ്പോൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ ടെക്നിക്കൽ നോളജ് വളരെ കുറവാണ്. അപ്പോൾ അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റോബോട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹൈലി അഡാപ്റ്റബിൾ ആയിട്ട് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ കൺവെയർ ബെൽറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ അസംബ്ലി ലൈനിൽ നിന്ന് വേറെ അസംബ്ലി ലൈനിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ടൊക്കെ ഇത് ചെയ്യാൻ പറ്റും. വർക്ക് ചെയ്ത് കാണിക്കും. ഇപ്പോൾ ആദ്യം സാമ്പിളിംഗ് മോഡിൽ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യണം മാനുവലി. ഇതിപ്പോൾ റിമോട്ട്സ് യൂസ് ചെയ്തിട്ട് ജോയിൻറ്റ്സ് മൂവ് ചെയ്യണം. ഇത് റിപ്പീറ്റ് മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് മുമ്പ് ചെയ്ത് അതേ പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഇത് നമുക്ക് എത്ര തവണ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. ഇതിപ്പോൾ ഓട്ടോമാറ്റിക് മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് റിമോട്ട് ഇവിടെ ഉണ്ട്, റിമോട്ടിൽ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ഇപ്പോൾ ഇതിൽ 1 മിനിറ്റ് വരെ ഇപ്പോൾ റെക്കോർഡ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് മെമ്മറി കാർഡ് അറ്റാച്ച് ചെയ്യുവാണെങ്കിൽ എത്ര നേരം വേണമെങ്കിലും എത്ര വലിയ പ്രോസസ്സ് വേണമെങ്കിലും യൂസ് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് എൻ്റെ അഡ്വാൻറ്റേജ്.